റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയയാൾ അറസ്റ്റിൽ. നെടുങ്കണ്ടം സ്വദേശി മനുവാണ് അറസ്റ്റിലായത്. മുളന്തുരുത്തിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ചങ്ങനാശ്ശേരിയിലെ പലചരക്ക് കടയിൽ നിന്നും സപ്ലൈകോ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് 2.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ തട്ടിയ കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്ക്. അഖിൽ കെ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ, പലചരക്ക് കടയിൽ നിന്ന് സപ്ലൈകോ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് 2.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ തട്ടിയ കേസാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നു? റോഷി, അതായത് ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥൻ, അതായത് സർക്കാർ വകുപ്പുകളിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥൻ ചമഞ്ഞുകൊണ്ട് ID കാർഡും അതുപോലെ തന്നെ വാഹനവും ഔദ്യോഗിക വാഹനം പോലെയൊക്കെ വാഹനങ്ങളിലേക്ക് വന്നിറങ്ങിയാണ് ഇയാൾ തട്ടിപ്പെടുത്തുന്നത്. ഈ CCTV ദൃശ്യങ്ങളുള്ളത് കറുകച്ചാലിൽ ഒരു മൊബൈൽ സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി മൊബൈൽ വാങ്ങി മടങ്ങുന്നതാണ്. ഇയാൾ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇയാൾ സർക്കാർ ഉദ്യോഗസ്ഥനെ എത്തുന്നു, ഈ കുടുംബശ്രീയിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ അരിയും പഞ്ചസാരയും വേണം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞെത്തുന്നു. ഈ സാധനങ്ങൾ വാങ്ങിയ ശേഷം ഇയാൾ കൊടുക്കുന്ന ചെക്ക്, ഈ ചെക്ക് വ്യാജമാണ് എന്നുള്ളതാണ്. ഈ ചെക്കുമായി ഈ കടയിലെ ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, സ്വാഭാവികമായും ഒരു ചെക്ക് നൽകുമ്പോൾ അവർ മറ്റൊന്നും കരുതില്ല. പക്ഷേ ഈ ചെക്ക് മാറാൻ ചെല്ലുമ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലാവുന്നത്. കാരണം ചെക്ക് ബൗൺസ് ആവുന്നു. അങ്ങനെയാണ് പലരും പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. ഇയാൾ ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്നത് ഈ ചങ്ങനാശ്ശേരിയിലെ ഒരു പലചരക്ക് കടയിൽ നിന്നും 2.5 ലക്ഷം രൂപയുടെ പലചരക്ക് സാധനങ്ങൾ സപ്ലൈകോ ഉദ്യോഗസ്ഥനായി എത്തി കുടുംബശ്രീക്ക് വേണ്ടി എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ അത് നൽകി. പക്ഷേ ചെക്ക് ബൗൺസ് ആയപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അന്നേ ദിവസം തന്നെ ഇയാൾ തിരുവല്ലയിലെ ഒരു ഫർണിച്ചർ ഷോപ്പിലെത്തി അവിടെ നിന്നും ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ഈ ഫർണിച്ചർ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കോട്ടയം ജില്ലയിൽ മാത്രം ഇയാൾക്കെതിരെ 2-ലധികം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ലക്ഷങ്ങളുടെ തട്ടിപ്പുകളാണ് അത്തരത്തിൽ ഈ സർക്കാർ ജോലി ചമഞ്ഞുകൊണ്ട് നടത്തുന്നത്. ഇയാൾ പിടിയിലാകുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ തട്ടിപ്പൊക്കെ നടത്തിയാൽ നേരെ മുളന്തുരുത്തിയിലേക്കാണ് മുങ്ങുന്നത്. മുളന്തുരുത്തിയിലെത്തി അവിടെ ഒരു ഇൻകം ടാക്സ് ഓഫീസറായി ആളുകളിലേക്ക് വിശ്വാസത്തിലേക്ക് പിടിച്ചുപറ്റി അടുത്ത തട്ടിപ്പിന് കളം ഒരുക്കുന്നതിനിടയിലാണ് ചങ്ങനാശ്ശേരി പോലീസ് അവിടെ എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്യുന്നതാണ്. ഒരു വലിയ തട്ടിപ്പ്, അതിന്റെ ആളെ കൃത്യമായി തന്നെ വല വിരിച്ച് പോലീസിനെ പിടികൂടാനായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇയാളെ വിശദമായൊക്കെ ചോദ്യം ചെയ്തു വരുമ്പോൾ, ഇന്നലെ രാത്രിയിലാണ് പ്രതിയെ പിടികൂടുന്നത് എറണാകുളം മുളന്തുരുത്തിയിൽ വെച്ച്. വിശദമായി ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ തട്ടിപ്പിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. രോഷിനി, ഇയാൾ ഈ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ ജീവനക്കാർക്കൊന്നും മനസ്സിലായതേ ഇല്ല അല്ലെ? ഒരു ജെന്റിൽമാൻ ലുക്കിൽ കഴുത്തിൽ ഒരു ID കാർഡൊക്കെ ഇട്ട് വന്ന് തട്ടിപ്പ് നടത്തി പോകുന്നു. അതെ, തീർച്ചയായും. കാരണം അങ്ങനെ തന്നെയാണ് അയാൾ ഒരു ഇൻസൈഡ് ഒക്കെ ചെയ്ത് കൃത്യമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത് പോലെ തന്നെ അയാളുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ അങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ തട്ടിപ്പിനിരയെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കഴുത്തിൽ ID കാർഡുമുണ്ട്. ഇപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിലെ തട്ടിപ്പ് സ്ഥലത്തേക്ക് എത്തുമ്പോൾ അയാൾക്ക് വാഹനവും ഉണ്ടായിരുന്നു. അതായത് ഈ സ്റ്റിക്കറൊക്കെ പതിച്ച, സർക്കാർ സ്ഥാപനത്തിന്റെ സ്റ്റിക്കറൊക്കെ പതിച്ചിട്ടുള്ള വാഹനത്തിലാണ് ഇയാൾ എത്തിയതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ID കാർഡൊക്കെ ഇട്ട് ഇയാൾ കടയിലുള്ളിലേക്ക് കയറുന്നു. വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഒപ്പം ഈ ചെക്ക് നൽകുന്നുണ്ട്. പണം നൽകാതെ പോവുകയോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഒരു ചെക്ക് നൽകുന്നു. ആദ്യഘട്ടത്തിൽ ആരും ഇതൊക്കെ വായിച്ചു നോക്കില്ല. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എത്തി ചെക്ക് നൽകുമ്പോൾ അതിൽ അവിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഇയാൾ മുതലെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർ ഈ ചെക്കുമായൊക്കെ ബാങ്കിലേക്ക് എത്തുമ്പോഴാണ് ഈ തട്ടിപ്പ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ചെക്ക് ബൗൺസ് ആകുന്നു. ഈ പറയുന്ന വ്യക്തി അത് ഒരു പേര് പറഞ്ഞാണ് എത്തുന്നത്. ആ പേരിലെ അല്ല ചെക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. എന്തായാലും പ്രതിയെ പിടികൂടാനായിരിക്കുന്നു. വിശദമായി ചോദ്യം എത്ര ആളുകൾ, ഒരുപക്ഷെ ഈ വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ പല ആളുകളും ഈ തട്ടിപ്പ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ പുറത്തു പറയാത്ത ആളുകളൊക്കെ തന്നെ പരാതി പല സ്റ്റേഷനിലേക്കും എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. റോഷിനി, ഓക്കെ, എന്തായാലും തട്ടിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്.